ആയുസ്സിൽ വർധനവ് വേണമെന്നുണ്ടെങ്കിൽ, സമ്പത്ത് അള്ളാഹു സമ്പൽ സമൃദ്ധി നൽകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, കിട്ടുന്ന സമയം കുടുംബ ബന്ധങ്ങളെ ചേർത്തേണമേ. കുടുംബങ്ങളിൽ ചെന്ന് നിങ്ങളുടെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണമേ. കുശലാന്വേഷണം നടത്തേണമേ. അവരുമായി ഇടപഴകണമേ. അവരുമായി സ്നേഹബന്ധത്തിലാകണമേ. പിണക്കങ്ങളെ പരിഹരിക്കണമേ. നിങ്ങളോട് പിണങ്ങിയ അമ്മായിയോട്, അല്ലെങ്കിൽ മൂത്താപ്പയോട്, എളാപ്പയോട്, ജ്യേഷ്ഠനോട്, അനുജനോട്, നിങ്ങളുടെ ബന്ധുക്കളോട്, ചോര ബന്ധമുള്ളവരോട്, നിങ്ങളുടെ കുടുംബക്കാരോട് ആരോടൊക്കെ പിണക്കങ്ങളുണ്ടോ ആ പിണക്കങ്ങളെ പരിഹരിക്കുകയും പൊരുത്തപ്പെടിക്കുകയും ചെയ്തുകൊണ്ടെങ്കിലും, നിങ്ങളല്ല തെറ്റുകാരെങ്കിൽ പോലും നിങ്ങളായിട്ട് മുൻകൈയെടുത്ത പിണക്കങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തരും, അള്ളാഹു നിങ്ങൾക്ക് ആയുസ്സിൽ വർധനവ് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തിൽ ഒരാളോട് ഒരു പിണക്കും ഇല്ലാത്ത ആൾക്കാരൊന്ന് കൈവയ്ക്കട്ടെ. ഒരാളോട് ഒരു പിണക്കും കുടുംബത്തിലില്ല. മാഷാ അല്ലാഹ്. മതി മതി മതിട്ട് ഇനി പൊക്കണ്ട. അൽഹംദുലില്ലാഹ്. ഇനി പൊക്കിക്കൊണ്ടേ പോവുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ആർക്കും ഒരു കുടുംബത്തിനും വിഷമങ്ങളില്ല എന്ന് തന്നെ വിചാരിക്കട്ടെ. ഇനി ഉണ്ടെങ്കിൽ അങ്ങനെ പറയാലോ, ഫർളൻ സങ്കല്പിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റിൻ്റെ അടുത്ത പരിപാടി വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കാം, ഇല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ചെന്നിട്ട് കാക്ക പൊരുത്തപ്പെട്ടില്ലേട്ടാ, നമ്മളൊക്കെ മരിച്ചു കൊണ്ട മനുഷ്യന്മാരല്ലേ എന്ന് പറയാം. കാക്ക ചിലപ്പം മറുപടി പറയാം, നീ പോയിക്കോ, മരണം വരെ ഞാൻ നിനക്ക് പൊരുത്തപ്പെടില്ല എന്നായിരിക്കും കാക്ക പറയാം. അത് മുപ്പര് പറഞ്ഞോട്ടെ, അതിന് കുഴപ്പമില്ല. നിങ്ങളുടെ കാര്യം സലാമത്തായി, നിങ്ങൾ ചെന്ന് പറഞ്ഞില്ലേ, അത് മതി. ഒരാൾ നിങ്ങളോട് മാപ്പ് തരണേ എന്ന് വന്ന് ചോദിച്ചാൽ നിങ്ങൾ മാപ്പ് കൊടുക്കണം എന്ന് ആരുടെ കൽപ്പനയാ? നബി ഞങ്ങളുടെ കൽപ്പനയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അനുസരിക്കണ്ടേ? മാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ പൊരുത്തപ്പെടൂല, ഞാൻ മരിക്കണവരെ, ചില ഉമ്മാരൊക്കെ ഉണ്ട് അങ്ങനെ പറയാം, മരിക്കണവരെ മയ്യത്ത് പോയി കാണാൻ വരരുത് എന്നൊക്കെ പറയും. എന്നാരും അങ്ങനെ പറയില്ലേ? ആ മനുഷ്യന്റെ ദുആ കൊണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷ ഉണ്ടാവുക. നമ്മൾക്കറിയില്ല ആരുടെ ദുആയാണ്, ആരുടെ ആമീനാണ്. ഇന്നാരും കാണാൻ വരണ്ട, ഓളെ മുഖം എനിക്ക് കാണേ വേണ്ട, എൻ്റെ മുമ്പുക്കും വരണ്ട, എൻ്റെ വീട്ടുക്കും വരണ്ട. ഇതൊക്കെ ദേഷ്യപ്പെടുമ്പോൾ ഇബ്ലീസ് അങ്ങോട്ട് പറയിപ്പിക്കുന്നതാ. തിരുത്തുക. അല്ലാഹുവിനെ വിചാരിച്ച റബ്ബേ, അങ്ങനെ ഞാൻ പറയാൻ പാടില്ലായിരുന്നു റബ്ബേ, പറ്റിപ്പോയി പടച്ചോനെ, എനിക്ക് മാപ്പുതാ. ഒരു മുഅ്മിനായ ആണിനോടൊപ്പം എന്തൊക്കെ ചെയ്താലും നമ്മളെ കൊന്നിട്ടൊന്നുമില്ല, ജീവനോടെ ബാക്കിയുണ്ടല്ലോ നമ്മള്. അത് മതി, അൽഹംദുലില്ലാഹ്. ബാക്കിയുള്ളതൊക്കെ സാരമില്ലാന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുക.